വെൽക്കം ടു ദ നേഴ്സ് ക്വീൻ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് അനാട്ടമിയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്, കുറച്ച് പോയിന്റ്സുകളാണ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോകളുടെ മെറ്റീരിയൽസ് ഇപ്പൊ ഒരു 10-11 വീഡിയോ ഓൾറെഡി ചെയ്തു. ഇതിന്റെയൊക്കെ മെറ്റീരിയൽസ് ലഭിക്കാൻ വേണ്ടി ചെറിയൊരു തുകയ്ക്ക് ഞാൻ അയച്ചു തരുന്നതാണ്, വാട്സപ്പിൽ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ കുറെ ആളുകൾ ഓൾറെഡി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. Sutures are non-moving joints that cannot bonds of the skull. These joints are options: hinge joint, fibrous joints, synovial joints, cartilaginous joints. But sutures എന്ന് പറയുന്നത് നോൺ മൂവിങ് ജോയിന്റ്സ് ഓഫ് ദ സ്കൾ. നമുക്കറിയാം സ്കൾ സൂച്ചേഴ്സ് ഉണ്ട്, അത് നോൺ മൂവിങ് ആണ്, ഒരിക്കലും മൂവ് ചെയ്യില്ല. അപ്പൊ ദീസ് ജോയിന്റ്സ് ആർ കറക്റ്റ് ആൻസർ ഫൈബ്രസ് ജോയിന്റ്സ് ആണ്, not synovial joints. Fibrous joints ആണ് correct answer. So answer is fibrous joints. Fibrous joints linked with tough fibrous materials. അതായത് ടഫ് ഫൈബ്രസ് മെറ്റീരിയൽ ആണ്. നമുക്കറിയാലേ സൂച്ചേഴ്സ്, നമ്മുടെ ബോണിലുള്ള കൊറോണൽ സൂച്ചർ ഉണ്ട്, സജൈറ്റൽ സൂച്ചർ ഉണ്ട്, അങ്ങനെ ധാരാളം സൂച്ചേഴ്സ് ഉണ്ട്. അപ്പോ ഈ ഒരു സൂച്ചേഴ്സ് നോൺ മൂവിങ് ആണ്, ഫൈബ്രസ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ജോയിന്റ്സ് ബിറ്റ്വീൻ ദ സ്കൾ bonds the skull bone, that is sutures. Cartilaginous joints connected by cartilage, ആ പേര് തന്നെ ഉണ്ട്. Between വെർട്ടിബ്രയ്ക്ക് ഇടയ്ക്കുള്ള അതുണ്ട്, അതും നോൺ മൂവിങ് ആണ്. പക്ഷെ കമ്പയർഡ് ടു ഫൈബ്രസ് ജോയിന്റ്സ്, നമ്മുടെ സ്കൾ ബോൺസിനുള്ള ജോയിന്റ്സിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ മൂവിങ് ആണെന്ന് പറയാം. Between vertebra, symphysis pubis, between manubrium and sternum. So that is cartilaginous joints. എക്സാമ്പിൾ ചോദിക്കാം, കാർട്ടിലേജിനസ് ജോയിന്റ്സ് അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു ഓപ്ഷൻ തരാം. അപ്പൊ ഈ ഒരു 3 ഓപ്ഷന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാർട്ടിലേജിനസ് ജോയിന്റ്സ് എവിടെയാണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. സൈനോവിയൽ ജോയിന്റ്സ് ഫൗണ്ട് ബിറ്റ്വീൻ ബോൺസ് ദാറ്റ് മൂവ് അഗൈൻസ്റ്റ് ഈച്ച് അതർ. നമ്മൾ യൂഷ്വലി നമ്മുടെ ബോൺസിന്റെ ഇടയിലുള്ള ജോയിന്റ്സ് ഏറ്റവും കൂടുതലുള്ളത് സൈനോവിയൽ ജോയിന്റ്സ് ആണ്. ജോയിന്റ്സ് ഓഫ് ദ ലിംസ്, എക്സാമ്പിൾ ഷോൾഡർ, ഹിപ്പ്, എൽബോ ആൻഡ് നീ. അപ്പൊ ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിന്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഇതെല്ലാം, ഇനി താഴോട്ട് പറയുന്നതെല്ലാം. അപ്പൊ ഫോളോവിങ് ആർ ദ സൈനോവിയൽ ജോയിന്റ്സ് എക്സെപ്റ്റ്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. സൈനോവിയൽ ജോയിന്റ്സ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ്, ഹിപ്പ് ജോയിന്റ്, ഷോൾഡർ ജോയിന്റ്, അതൊക്കെ ബോൾ ഒരു സോക്കറ്റിൽ വന്ന് ചേരുന്ന പോലെയുള്ള ജോയിന്റ്സ് ആണ്. ഹിഞ്ച് ജോയിന്റ്സ്, എൽബോ, നീ, ആംഗിൾ, ഇതൊക്കെ ഹിഞ്ച് ജോയിന്റ്സ് ആണ്. എൽബോ, നീ, ആംഗിൾ, ഹിഞ്ച് ജോയിന്റ്സ്. സൈനോവിയൽ ജോയിന്റ്സ് കാർപ്പൽ, ടാർസൽ ബോൺ, അതായത് കാർപ്പൽ ബോൺ, ടാർസൽ ബോൺ ജോയിന്റ്. പൈവോട്ട് ജോയിന്റ്, ഹെഡ് റേഡിയോ അൾണർ ജോയിന്റ്. പിവോട്ട് ജോയിന്റ്, ഹെഡ് റേഡിയോ അൾണർ ജോയിന്റ്. കോണ്ടിലോയിഡ് ജോയിന്റ് ബിറ്റ്വീൻ മെറ്റാകാർപ്പൽ ആൻഡ് ഫലാഞ്ചസ് ഓഫ് ഹാൻഡ്, ദാറ്റ് ഈസ് കോണ്ടിലോയിഡ് ജോയിന്റ്. ബിറ്റ്വീൻ മെറ്റാകാർപ്പൽ ആൻഡ് ഫലാഞ്ചസ് ഓഫ് ഹാൻഡ്, ബിറ്റ്വീൻ മെറ്റാടാർസൽ ആൻഡ് ഫലാഞ്ചസ് ഓഫ് ഫൂട്ട്. ഇപ്പൊ കയ്യിലാണെങ്കിൽ കാർപ്പൽ, മെറ്റാകാർപ്പൽ, കാലിലാണെങ്കിൽ മെറ്റാടാർസൽ ആൻഡ് ഫലാഞ്ചസ്. അടുത്തത് സാഡിൽ ജോയിന്റും സൈനോവിയൽ ജോയിന്റിന് എക്സാമ്പിൾ ആണ്. സാഡിൽ ജോയിന്റ് വരുന്നത് സൈനോവിയൽ ജോയിന്റ് എക്സാമ്പിൾ ആണ്. A type of synovial joint examples are carpo-metacarpal joint of the thumb, sternoclavicular joint of the thorax. Sternoclavicular jointum അതുപോലെ carpo-metacarpal jointum saddle joints in example ആണ്. Second question, muscle found in the iris is called options: skeletal muscle, striated muscle, cardiac muscle, multi-unit smooth muscle. Muscles found in the iris is called multi-unit സ്മൂത്ത് മസിൽ. സോ കറക്റ്റ് ആൻസർ മൾട്ടി യൂണിറ്റ് സ്മൂത്ത് മസിൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മൾട്ടി യൂണിറ്റ് സ്മൂത്ത് മസിൽ. ഓക്കെ, മൾട്ടി യൂണിറ്റ് സ്മൂത്ത് മസിൽ ആണ് മസിൽസ് ഫൗണ്ട് ഇൻ ദ ഐറിസ്. ദ ഐറിസ് സ്പിഞ്ചർ മസിൽ ഓൾസോ നോൺ ആസ് പ്യൂപ്പിലറി സ്പിഞ്ചർ ഓർ സ്പിഞ്ചർ പാപ്പിലെ. മൾട്ടി യൂണിറ്റ് സ്മൂത്ത് മസിൽസ് ആണ് ഇതെല്ലാം. ഐറിസ് സ്പിഞ്ചർ മസിൽ, ഐറിസിലുള്ള ഐറിസ് സ്പിഞ്ചർ മസിൽ അല്ലെങ്കിൽ pupillary sphincter or sphincter papillae is a muscle located in the colored part of the eye called iris. colored part. ഇനി സിംഗിൾ യൂണിറ്റ് സ്മൂത്ത് മസിലും ഉണ്ട്, മൾട്ടി യൂണിറ്റ് സ്മൂത്ത് മസിലും ഉണ്ട്. സിംഗിൾ യൂണിറ്റ് സ്മൂത്ത് മസിൽ ഈസ് ഫൗണ്ട് ഇൻ ദ വാൾസ് ഓഫ് ഹോളോ ഓർഗൻസ്. ഹോളോ ഓർഗൻസ് നമ്മുടെ ഇൻട്രസ്റ്റൈൻ ഹോളോ ഓർഗൻ ആണ്, നമ്മുടെ ഈസോഫാഗസ് ഒരു ഹോളോ ഓർഗൻ ആണ്. അപ്പൊ ഈ ഓർഗൻസിന്റെ വാൾസിലുള്ളതാണ് സിംഗിൾ യൂണിറ്റ് സ്മൂത്ത് മസിൽ. Multi-unit smooth muscle is found in airway to the lungs and the large arteries. So multi-unit smooth muscles നമ്മുടെ airway to the lungs. So that is example track ചെയ്യാം.
ആൻഡ് ലാർജ് ആർട്ടറീസിലും കാണുന്ന മൾട്ടി യൂണിറ്റ് സ്മൂത്ത് മസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വൈറ്റ് ഏരിയ ഓഫ് ദ നെയിൽ ഈസ് കോൾഡ് ദ ഓപ്ഷൻസ് കോക്ലിയ, ഡെർമിസ്, ക്യൂട്ടേനിയസ് ലെയർ, ലുനുല. ദ വൈറ്റ് ഏരിയ ഓഫ് ദ നെയിൽ ഈസ് കോൾഡ് വാട്ട്? കറക്റ്റ് ആൻസർ ലുനുലയാണ്. ലുനുല. ദ വൈറ്റ് ഏരിയ ഓഫ് ദ നെയിൽ ഈസ് കോൾഡ് ലുനുല. ലുനുല എന്നാണ് ആൻസർ. ഫിംഗർ നെയിൽ മൂൺസ് എന്ന് പറയുന്നതാണ് ലുനുല. ഫിംഗർ നെയിൽ മൂൺസ് ആർ ദ റൗണ്ടഡ് ഷാഡോസ് അറ്റ് ദ ബേസ് ഓഫ് യുവർ നെയിൽസ്. അപ്പൊ നമ്മുടെ ഈ കയ്യിലൊക്കെ ചില ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനെ കാണാം ഒരു ഇങ്ങനെ ഒരു പുതിയ നെയിൽ വരുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു മൂൺ പോലെ ഇങ്ങനെ വട്ടത്തിൽ ഒരു വെളുത്ത ഭാഗം കാണാം. അതാണ് ലുനുല. സോ ദാറ്റ് ഈസ് റൗണ്ടഡ്. ഒരു പകുതി, ഒരു ഗോളം പകുതി മുറിച്ചു വെച്ചാൽ എങ്ങനെ അതുപോലെ ഉണ്ടാവും. ഫിംഗർ നെയിൽ മൂൺസ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ലുനുല. എ ഫിംഗർ നെയിൽ മൂൺ ഈസ് ഓൾസോ കോൾഡ് ലുനുല, വിച്ച് ഈസ് ലാറ്റിൻ ഫോർ ലിറ്റിൽ മൂൺ. ലിറ്റിൽ മൂൺ എന്ന് പറയുന്നത് ലാറ്റിനിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ കാർപ്പൽ ബോൺ? കാർപ്പൽ ബോൺ ഏതാണ്? ഓപ്ഷൻസ് മാലിയസ്, ലുണേറ്റ്, ടാലസ്, കാൽക്കേനിയം. സോ ഇവിടെ കാർപ്പൽ ബോൺ ആയിട്ടുള്ളത് ലുണേറ്റ് ആണ്. ലുണേറ്റ് ബോൺ ആണ് കാർപ്പൽ ബോൺ. അപ്പൊ കാർപ്പൽ ബോൺ നമ്മുടെ കയ്യിലുള്ള ബോൺസ് ആണ് അല്ലെ, അറിയാവുന്ന. അപ്പൊ കയ്യിലുള്ളതാണ് കാർപ്പൽ ബോൺസ്. 8 സ്മോൾ ബോൺസ് ഉണ്ട്. 8 കാർപ്പൽ ബോൺ ഉണ്ട്. 14 ഡിജിറ്റൽ ബോൺ ഉണ്ട്. 14 ഫലാഞ്ചസ് ഉണ്ട്. 5 മെറ്റാകാർപ്പൽ ബോൺസ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെയാണ്? 8 കാർപ്പൽ ബോണ്, 5 മെറ്റാകാർപ്പൽ ബോണ്, അതുപോലെ 14 ഡിജിറ്റൽ ബോൺ അല്ലെങ്കിൽ ഫലാഞ്ചസ്. അങ്ങനെ ടോട്ടൽ ബോൺസ് ഇൻ അവർ ഹാൻഡ് 27 ബോൺസ്. നമ്മുടെ ഒരു കൈപ്പത്തിയിൽ 27 ബോൺ ഉണ്ട്. ഓക്കെ, പിക്ചർ നിങ്ങൾക്ക് കാണുന്നു വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയാം കാർപ്പൽ ബോണ് ഏറ്റവും താഴെ ആയിട്ടുള്ള നമ്മുടെ ഈ റിസ്റ്റിന്റെ അവിടെ ആയിട്ടുള്ള ഭാഗത്തുള്ളതാണ് ഹെമേറ്റ്, പിസിഫോം, ട്രിക്വിട്രം, ലുണേറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ വന്നത്. ലുണേറ്റ്, ക്യാപിറ്റേറ്റ്, സ്കഫോയിഡ്, ട്രപ്പിസോയിഡ്, ട്രപ്പീസിയം. ഇത്രയും എത്രയാണ്? 8 കാർപ്പൽ ബോണ്. 5 മെറ്റാകാർപ്പൽ ബോൺ ഉണ്ട്. ഈ നീണ്ട ബോണാണ് മെറ്റാകാർപ്പൽ ബോൺ. ലെങ്തി ബോണാണ്. ഇന്റർഫലാഞ്ചിയൽ, മെറ്റാ, കാർപ്പോഫലാഞ്ചിയസ്, കാർപ്പോ, മെറ്റാകാർപ്പൽ. അങ്ങനെ 5 മെറ്റാകാർപ്പലും ഉണ്ട്. പിന്നെ ഉള്ളത് 14 ബോൺസ് ഉണ്ട്. ഫലാഞ്ചസ് 14 ഡിജിറ്റൽ ബോൺസ്, ഫലാഞ്ചസ്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് നോക്കാം അനാട്ടമിയിൽ നിന്നുള്ള. പേഴ്സ് പാച്ചസ് ആർ ലൊക്കേറ്റഡ് ഇൻ യുവർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, യൂഷ്വലി ഇൻ ദ ഇലിയം ഏരിയ. അപ്പൊ ഇലിയ ഏരിയയിലാണ് പേഴ്സ് പാച്ചസ്. ലിംഫറ്റിക് ടിഷ്യൂ ആണ് പറയുക. അതായത് പേഴ്സ് പാച്ചസ് ലിംഫറ്റിക് ടിഷ്യൂ ആണ്. നമ്മളെ ഇമ്മ്യൂണിറ്റി തരുന്ന, അതായത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയ എല്ലാം നശിപ്പിക്കുന്ന ഒരു ലെയർ ആണ് പേഴ്സ് പാച്ചസ് എന്നുള്ളത്. ലിംഫറ്റിക് ടിഷ്യൂ ആണ്. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, യൂഷ്വലി ഇൻ ദ ഇലിയം ഏരിയ. ഇലിയം ഏരിയയിലാണ് പേഴ്സ് പാച്ചസ്. Next point, the absorption of most dietary iron occurs in the duodenum and proximal jejunum. Dietary iron absorption കൂടുതൽ നടക്കുന്നത് ഡിയോഡനത്തിലും പ്രോക്സിമൽ ജെജുനത്തിലുമാണ്. നോർമൽ വോളിയം ഓഫ് ദ സ്റ്റൊമക് ഫ്ലൂയിഡ് 20 to 100 ml. സ്റ്റൊമക് ഫ്ലൂയിഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. 20 to 100 ml. ആൻഡ് pH is acidic ആണ്. 1.5 to 3.5 ആണ് pH ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, വിറ്റാമിൻ കെ സിന്തസിസ് ഈസ് ഡൺ ബൈ കൊളോണിക് ബാക്ടീരിയ. നമ്മുടെ കൊളോണിലുള്ള ബാക്ടീരിയ ആണ് വിറ്റാമിൻ കെ സിന്തസൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന്യൂബോൺ ബേബിക്ക് വിറ്റാമിൻ കെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. കാരണം കൊളോണ് സ്റ്റെറൈലാണ്. അതുകൊണ്ട് തന്നെ. ഇനി സോളിഞ്ചർ എലിസൺ സിൻഡ്രോം ഈസ് എ ഡിസീസ് ഇൻ വിച്ച് ട്യൂമേഴ്സ് കോസ് ദ സ്റ്റൊമക് ടു പ്രൊഡ്യൂസ് ടു മച്ച് ആസിഡ്. അതായത് ട്യൂമർ കാരണം ടു മച്ച് ആസിഡ് സ്റ്റൊമക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സോളിഞ്ചർ എലിസൺ സിൻഡ്രോം, resulting in peptic ulcer. Next question, which of the following neurotransmitter deficiency leads to Alzheimer's disease? Options: dopamine, serotonin, acetylcholine, norepinephrine. So അപ്പോൾ ഇതിൽ ഏതാണ് അസെറ്റൈൽകോളിൻ മീൻസ് അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടാക്കുന്നത്? ഏത് ഡെഫിഷ്യൻസി ആണ്? ഇപ്പൊ കറക്റ്റ് ആൻസർ അസെറ്റൈൽകോളിൻ ആണ്. അസെറ്റൈൽകോളിൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു അൽഷിമേഴ്സ് ഡിസീസ്. സോ ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എന്ന് ചോദിച്ചാൽ അസെറ്റൈൽകോളിൻ ആണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സോ അതിൽ നിന്ന് കുറെ പോയിന്റ്സ് കിട്ടും. അസെറ്റൈൽകോളിന്റെ ഡെഫിഷ്യൻസിയാണ്. 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സീം ടു പ്ലേ ഇൻ റോൾ ഇൻ അൽഷിമേഴ്സ് ഡിസീസ്. അസെറ്റൈൽകോളിനും ഗ്ലൂട്ടമേറ്റ്. അപ്പൊ ഇവിടെ ഡെഫിഷ്യൻസിയാണ്. അസെറ്റൈൽകോളിന്റെയും ഗ്ലൂട്ടമേറ്റിന്റെയും ഡെഫിഷ്യൻസിയാണ് അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാം മോസ്റ്റ് കോമൺ ഡെമൻഷ്യയാണ് അൽഷിമേഴ്സ് ഡിസീസ്, മറവി രോഗം. അപ്പൊ അവർക്ക്
വളരെ ഗ്രാജുവലായിട്ട് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു. പൂർണ്ണമായിട്ടും തലച്ചോറിലെ കോശങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അതായത് അവർക്ക് ഡിസോറിയന്റഡ് ആയിരിക്കും. ഓറിയന്റഡ് ടൈം, പ്ലേസ്, പേഴ്സൺ ഇതെല്ലാം മെല്ലെ മെല്ലെ മറന്നു പോകുന്നു. ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ടാകും. ലോങ് ടൈം മെമ്മറി, പഴയകാല ഓർമ്മകൾ കുറച്ചൊക്കെ ഓർമ്മയിൽ ഉണ്ടാകും. അസെറ്റിൽകോളിൻ ആക്ടിവേറ്റ്സ് മസിൽസ് ആൻഡ് ഹെൽപ്സ് വിത്ത് അറോസൽ ഷോർട്ട് ടൈം മെമ്മറി ആൻഡ് ലേണിംഗ്. അപ്പൊ ഷോർട്ട് ടൈം മെമ്മറി, ലേണിംഗ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന അസെറ്റിൽകോളിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ അസെറ്റിൽകോളിന് ഡെഫിഷ്യൻസി വരുമ്പോൾ അതൊക്കെ നശിച്ചു പോകും. റിഡക്ഷൻ ഓഫ് ഡോപ്പാമിൻ മേ കോസ് പാർക്കിൻസൺ ഡിസീസ്. ഡോപ്പാമിന്റെ അളവ് കുറയുമ്പോൾ പാർക്കിൻസൺസ് ഡിസീസ്, ട്രെമർ ഒക്കെ ഉണ്ടാവും. പിൽ റോളിംഗ് മൂവ്മെന്റ് നമ്മൾ പഠിച്ചാണ് പാർക്കിൻസൺ ഡിസീസിൽ. അപ്പൊ ഇതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ആന്റി സൈക്കോട്ടിക്സ് എടുക്കുന്ന പേഷ്യൻസ്, സ്കിസോഫ്രാനിയ ആയിട്ടുള്ള പേഷ്യന്റ് അല്ലെങ്കിൽ സൈക്കോട്ടിക് കണ്ടീഷനുള്ള പേഷ്യന്റിന് ഡോപ്പാമിന്റെ അളവ് കൂടുതലായിരിക്കും. ആ ഡോപ്പാമിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആന്റി സൈക്കോട്ടിക്സ് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് സൈഡ് ഇഫക്റ്റ് ആയിട്ട് പാർക്കിൻസൺ ഡിസീസ് വരാറുണ്ട്, അല്ലെങ്കിൽ ട്രെമർ വരാറുണ്ട്. അപ്പൊ നമ്മൾ ട്രൈഹെക്സിഫിനിഡിൽ എന്നുള്ള ടാബ്ലറ്റ് കൊടുക്കുന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ഡോപ്പാമിൻ ഈസ് മോട്ടോർ കൺട്രോൾ, മോട്ടിവേഷൻ, റിവാർഡ്, കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ, മറ്റേണൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ബിഹേവിയേഴ്സ്. ഇത്രയും കാര്യങ്ങളിൽ ഫങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? മോട്ടോർ കൺട്രോൾ, മോട്ടിവേഷൻ, മെയിനായിട്ട് മോട്ടിവേഷൻ ഹോർമോൺ ആണ്. അതുപോലെ റിവാർഡ് ഹോർമോൺ, നമ്മൾ എന്തെങ്കിലും റിവാർഡ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നത് ഈ ഒരു ഹോർമോൺ ആ സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. സെറട്ടോണിൻ മറ്റൊരു പേരാണ് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റാമിൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ഡിപ്രഷൻ ആൻഡ് മൂഡ് ഡിസോർഡേഴ്സ്. എല്ലാവർക്കും അറിയുന്നതാണ്. എക്സസ് സെറട്ടോണിൻ ലീഡ്സ് ടു ഓട്ടിസം. സെറട്ടോണിന്റെ അളവ് കൂടുമ്പോൾ ഓട്ടിസം. ഡെഫിഷ്യൻസി ഓഫ് നോറെപ്നെഫ്രിൻ കോസ് ഡിപ്രഷൻ. നോറെപ്നെഫ്രിനും അതിന്റെ കുറവ് വരുന്നോ ഡിപ്രഷൻ ഉണ്ടാകും. സെറട്ടോണിനും നോറെപ്നെഫ്രിനും ആണ് മെയിൻ ആയിട്ടുള്ള ഹോർമോൺ, അതിന്റെ കുറവ്. നോറെപ്നെഫ്രിൻ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പമ്പിംഗ് ഫ്രം ദ ഹാർട്ട്, ആൾസോ ഇൻക്രീസ് ബ്ലഡ് പ്രഷർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രൂ ടണൽ വിഷൻ ഈസ് മോസ്റ്റ് ഓഫൺ കോസ്ഡ് ബൈ ഓപ്ഷൻസ് കൺജക്റ്റിവൈറ്റിസ്, കാട്രാക്ട്, ഗ്ലോക്കോമ, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ട്രൂ ടണൽ വിഷൻ കാരണമാകുന്നത് ഏത് അസുഖം എന്നാണ്? ട്രൂ ടണൽ വിഷന് കാരണമാകുന്നത് ഏത് അസുഖം എന്നാണ്? സോ ഇവിടെ കറക്റ്റ് ആൻസർ ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമയാണ് ട്രൂ ടണൽ വിഷന് കാരണമാകുന്നത്. ഗ്ലോക്കോമയാണ് ട്രൂ ടണൽ വിഷന് കാരണമാകുന്നത്. ഓക്കെ, so glaucoma is the correct answer. Glaucoma is a disease of the optic nerve caused by higher than normal eye pressure. Stroke and retinal detachment can cause restricted visual fields. True tunnel vision is most often caused by severe glaucoma and retinitis pigmentosa. But glaucoma is a disease of the optic nerve. നമ്മുടെ ഇൻട്രാഓക്കുലർ പ്രഷർ കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ സ്ട്രോക്കിലും റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിലും റെസ്ട്രിക്റ്റഡ് വിഷ്വൽ ഫീൽഡ്സ് ഉണ്ടാകും. ഡിപ്ലോമിയ, ഡബിൾ വിഷൻ ഉണ്ടാകാം, കാഴ്ച മങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. ട്രൂ ടണൽ വിഷനിൽ കാണുന്നത് എപ്പോഴും ഗ്ലോക്കോമയിലാണ്. അതുപോലെ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന കണ്ടീഷനിൽ ഉണ്ടാകാറുണ്ട്. സോ നോർമൽ ഐ പ്രഷർ റേഞ്ചസ് ഫ്രം 12 to 22 mm of Hg. നോർമൽ ഇൻട്രാഓക്കുലർ പ്രഷർ 12 to 22 mm Hg ആണ്. ഇനി എന്താണ് സ്ക്വാഡ് സൈൻ? സ്ക്വാഡ് സൈൻ ഓൾസോ നോൺ ആസ് ഫ്ലെമിംഗോസ് പിങ്ക് സൈൻ. സ്ക്വാഡ് സൈനിന്റെ മറ്റൊരു പേരാണ് ഫ്ലെമിംഗോസ് പിങ്ക് സൈൻ. is a diagnostic indicator for otosclerosis. otosclerosis diagnostic indicator ആണ് ഫ്ലെമിംഗോസ് പിങ്ക് സൈൻ അല്ലെങ്കിൽ സ്ക്വാഡ് സൈൻ. It's a disease of the bones of the middle or inner ear. ആ ഒരു ബോൺസിനെ അഫക്ട് ചെയ്യുന്ന അസുഖമാണ് ഓട്ടോസ്ക്ലെറോസിസ്, മിഡിൽ ഓർ ഇന്നർ ഇയർ ബോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇയർ പിന്നെ ഡെവലപ്സ് ഫ്രം ഓപ്ഷൻസ് എക്ടോഡൈം, എൻഡോഡൈം, മെസോഡൈം, ഓൾ. ഇയർ പിന്നെ ഡെവലപ്സ് ഫ്രം, അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗമാണ്, നമുക്ക് വിഷ്വൽ കാണാൻ കഴിയുന്ന ഭാഗമാണ് ഇയർ പിന്ന. അത് ഡെവലപ്പ് ചെയ്യുന്നത് എക്ടോഡൈമിൽ നിന്നാണ്. എക്ടോഡൈമിൽ നിന്നാണ് ഇയർ പിന്ന ഡെവലപ്പ് ആകുന്നത്. ഇങ്ങനെ എക്സ്പ്ലനേഷൻ നോക്കാം. പ്രൊജക്റ്റിംഗ് പോർഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഇയർ ആണ് ഇയർ പിന്ന. ഇയർ ഡ്രം എന്ന് പറയുന്നത് ടിംഫനിക് മെംബ്രെയിൻ ആണ്. ഇയർ ഡ്രം എന്ന് പറയുന്നത് ടിംഫനിക് മെംബ്രെയിൻ ആണ്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, അങ്ങനെ 3 ഭാഗമുണ്ട് നമ്മുടെ ഇയറിന് അല്ലേ. ഔട്ടർ ഇയർ കൺസിസ്റ്റ് ഓഫ് ദ പിന്ന, ഓൾസോ കോൾഡ് ദ ഓറിക്കിൾ. ഓറിക്കിൾ എന്നും പറയുന്നുണ്ട്. ആട്രിയത്തിന്റെ മറ്റൊരു പേര് ഓറിക്കിൾ തന്നെയാണ്, മാറിപ്പോയത്. സോ പിന്ന, ഇയർ കനാൽ ആൻഡ് ഇയർ ഡ്രം. ഇയർ പിന്ന, ഇയർ കനാൽ ആൻഡ് ഇയർ ഡ്രം ഔട്ടർ ഇയർ ആണ്. മിഡിൽ ഇയർ
സ്മോൾ എയർ ഫിൽഡ് സ്പേസ് കണ്ടെയ്നിങ് 3 ടൈനി ബോൺസ്. ആ ബോൺസ് ആണ് മെയിൻ ആയിട്ട് മിഡിൽ ഇയർ. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് ബോൺ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇന്നർ ഇയർ ഓൾസോ കോൾഡ് ലേബിരിന്ത്. ലേബിരിന്ത് അതർ നെയിം ഇന്നർ ഇയർ കണ്ടെയ്ൻസ് 2 മെയിൻ സ്ട്രക്ചേഴ്സ്. ഇന്നർ ഇയറിൽ മെയിൻ ആയിട്ട് 2 സ്ട്രക്ചർ ആണ്. കോക്ലിയ വിച്ച് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഹിയറിംഗ് ആൻഡ് വെസ്റ്റിബുലർ സിസ്റ്റം. അപ്പൊ ഏതൊക്കെയാണ് ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ അറിയണം. ഇന്നർ ഇയറിൽ otherwise labyrinth contains 2 main structures, cochlea and vestibular system. Okay, ഇനി എക്ടോഡേമും എൻഡോഡേമും മെസോഡേമും. എക്ടോഡേം give rise to the skin and nervous system. എക്ടോഡേം എന്താണ്? സ്കിന്നും എക്ടോഡേം വളർന്നതായിട്ടാണ്, ഗ്രോത്ത് വന്നിട്ടാണ് സ്കിന്നും നെർവസ് സിസ്റ്റം ഉണ്ടാകുന്നത്. മെസോഡേം ഗ്രോത്ത് വന്നിട്ടാണ് ബോൺ, മസിൽസ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. മെസോഡേം വളർന്നിട്ടാണ് ബോൺ, മസിൽ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടാകുന്നത്. എൻഡോഡൈം ഗ്രോത്ത് വന്നിട്ടാണ് ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ഫോംസ് ഓർഗൻസ് സച്ച് ആസ് ദ ലിവർ ആൻഡ് പാങ്ക്രിയസ്. അപ്പൊ ഇത്രയും എക്ടോഡൈം, മെസോഡൈം, എൻഡോഡൈം, ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. അപ്പൊ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനാട്ടമിയുടെ പോയിന്റ്സ് ആണ് നോക്കിയത്. നമ്മൾ ഇത് മാത്രം നിങ്ങൾ കണ്ടു പഠിക്കരുത്. നമ്മുടെ പഴയ വീഡിയോ എല്ലാം കാണുക, ഓൾഡ് വീഡിയോസ് എല്ലാം എടുത്ത് കാണുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. കഴിയുമെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. താങ്ക്സ്.